സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളൊരു ബോൾ കിക്ക് ചെയ്യുമ്പം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാണ് നോക്കുന്നത്. നമ്മൾ ബയോ മെക്കാനിക്സ് ആണ് ശരിക്കും ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക്ക് എന്തുകൊണ്ട് എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കുട്ടികൾക്കിടയിൽ ഇങ്ങനൊരു ടോപ്പിക്ക് ഉണ്ടെന്നും സ്പോർട്സ് സയൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും എന്നൊക്കെയുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ ഇൻസ്പയർ ആയിട്ട് ഒരു സ്പോർട്സ് സയൻറ്റിസ്റ്റൊക്കെ ആവാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ആരാ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാം. കോച്ചസും പ്ലേയേഴ്സിനും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താണ് ബയോമെക്കാനിക്സ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഓരോ മൂവ്മെൻറ്റുകളിൽ, ഇപ്പോൾ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ സ്പോർട്സിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റുകൾ ഉണ്ടാകും. ആ മൂവ്മെൻറ്റുകളെ അനലൈസ് ചെയ്യുക, പഠിക്കുക. ആ മൂവ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മസിൽ ഗ്രൂപ്പുകളെ കുറിച്ചും ലിഗമെൻറ്റുകളെ കുറിച്ചും ടെൻഡൻസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് അതിലൂടെ നമുക്ക് എങ്ങനെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ പറ്റും നോക്കുക, അല്ലെങ്കിൽ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പം ചില പ്ലേയേഴ്സിൻ്റെ ഒക്കെ ടെക്നിക്സ് ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുള്ള രീതിയിലായിരിക്കും അവർ ഗ്രൗണ്ടിൽ അപ്ലൈ ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ചിലപ്പോൾ ചില മൂവ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ അവിടെ ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യണം. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ആ വിഷയം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്തതിന് മുമ്പ്, ഒരു ബോൾ കിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് സിമ്പിളായിട്ട് നോക്കാം. ബോൾ കിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, അതായത് നമ്മൾ ഓടി വരുന്നു, കാല് ബാക്കിലേക്ക് വലിച്ച് കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാല് പൊങ്ങി ലാൻഡ് ചെയ്യുന്നു. ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ഉണ്ട്. അതിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യും ആദ്യം. അപ്പോൾ അതിന് ഒന്നാമതായിട്ടുള്ള കാര്യമാണ് അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്മൾ ബോളിനെ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു ബോൾ നിൽക്കുന്നതാണ്, സ്പോട്ടിൽ നിൽക്കുന്ന ബോളാണ്, നമ്മൾ ഓടി വരിക എന്ന് കൂട്ടിക്കോളും. അപ്പോൾ ഓടി വരുമ്പോൾ അപ്രോച്ച് ഏത് ആംഗിളിലാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഒരു 30 to 45 ഡിഗ്രി ആംഗിളിലാണ് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള ആംഗിൾ എന്ന് സാധാരണ പറയാറുള്ളത്. പിന്നെ ഇതൊക്കെ പല പ്ലേയേഴ്സിൻ്റെ ടെക്നിക്സിനനുസരിച്ചിരിക്കും കേട്ടോ. ചില ആളുകൾ ചിലപ്പോൾ കുറച്ചുകൂടി നല്ല ആംഗിളിൽ വന്നിട്ട് നന്നായിട്ട് കിക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കിക്ക് ചെയ്യുമ്പോൾ പവർ പ്രധാനമാണ്, അതേപോലെ തന്നെ പ്രിസിഷൻ, അതായത് കൃത്യമായുള്ള കൃത്യത, അത് പ്രധാനമാണ്. അപ്പോൾ നമുക്കറിയാലോ അത്, കാരണം കുറേ പവർ ഉണ്ടായിട്ട് ബോൾ എങ്ങോട്ടേലും പോയിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ ബോള് പവറില്ലാതെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് പോയാലും ചിലപ്പം കാര്യം നടന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള വളരെ ഒപ്റ്റിമമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ആംഗിളിലുള്ള ഓരോ മാറ്റവും, ഇപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് വൈഡായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ നിൽക്കാം, അല്ലെങ്കിൽ നേരെ നിന്നിട്ട് കിക്ക് ചെയ്യാം. ഇങ്ങനെ ഈ ആംഗിളുകൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഏതൊക്കെ ബോഡി പാർട്സ് ആണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മാറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒപ്റ്റിമം ആംഗിൾ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ബോളിൽ നിന്ന് വൈഡായിട്ട് നിൽക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഹിപ്പ് ജോയിൻറ്റുകളിലെ അബ്ഡക്ഷനും അഡക്ഷനൊക്കെയാണ് കൂടുതൽ വർക്ക് ചെയ്യുക. നേരെ മറിച്ച് നമ്മൾ നേരെ നിന്ന് കിക്ക് ചെയ്യുമ്പോൾ ഈ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഈ കാലിങ്ങനെ ബെൻഡാവുന്നു, നീരുന്നു, ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകളായിരിക്കും കൂടുതൽ നടക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മാറ്റം. അപ്പോൾ ആംഗിളിൽ നിന്നിട്ട് കിക്ക് ചെയ്യുമ്പോൾ പ്രവർത്തിക്കുന്ന മസിലുകളുണ്ട്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിലുകളാണ് നമുക്ക് വേണ്ടത്. എസ്പെഷ്യലി ഹിപ്പ് ഫ്ലെക്സേഴ്സ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജോയിൻ ചെയ്യുക. ഹിപ്പ് എക്സ്റ്റൻസേഴ്സ്, ബാക്കിൽ നിന്നിങ്ങനെ വലിച്ച് പിടിക്കുന്നുണ്ടല്ലോ കാല്. അപ്പോൾ ഇത്തരം മസിലുകളൊക്കെയാണ് നമ്മൾ ആംഗിളിൽ നിന്നിട്ട് കിക്ക് ചെയ്യുമ്പോൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. പിന്നീട് നമ്മൾ അപ്രോച്ചിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഒപ്റ്റിമം സ്പീഡാണോ എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഇൻ്റർ സെഗ്മെൻ്റൽ കൺട്രോൾ, നമ്മൾ ഓടി വന്നിട്ട് ഭയങ്കര ശക്തിയിൽ ഓടി വന്നിട്ട് ഒരു കൺട്രോളും ഇല്ലാതെ കിക്ക് ചെയ്താൽ കൃത്യമായ സ്ഥലത്തേക്ക് ബോൾ പോകില്ല, നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ബോൾ പോയി കാണുന്നില്ല. സോ നമ്മൾ ആ ഒരു വേഗത ഒപ്റ്റിമം ആക്കി എടുക്കണം. അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം വീഡിയോ അനലൈസ് ചെയ്യാം, വീഡിയോ എടുക്കാം, ഒരു 10 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കിക്കിങ് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് നിങ്ങൾ കിക്ക് ചെയ്യുന്നത് ഏതു രീതിയിൽ ചെയ്യുമ്പോഴാണ്, എത്ര വേഗതയിൽ ചെയ്യുമ്പോഴാണെന്നൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അപ്രോച്ച് ചെയ്തു, നമ്മൾ സപ്പോർട്ടിങ് ലെഗിൽ വന്നിട്ട് നിന്നു അല്ലേ. ഈ നിൽക്കുന്നത് വളരെ പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ കാലിൻ്റെ പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നല്ല സ്റ്റേബിളായിരിക്കണം ഈ കാല്. അതിൽ ആംഗിളിന് വലിയ പ്രാധാന്യമാണുള്ളത്. കാരണം ആംഗിളിന് ആ ട്രാക്ഷൻ അവിടെ വരുന്നത് ആംഗിളിലേക്കാണ് ആദ്യം വരുന്നത്. നമ്മൾ സാധാരണ പണ്ടൊക്കെ ഈ ബയോമെക്കാനിക്സ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനൊക്കെ മുമ്പ്, ബോള് പവറിൽ കിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വലത് കാലിൻ്റെ പവറാണെന്നാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്.
എന്നാൽ ഇന്ന് പഠനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഡാറ്റാസ് തരുന്നുണ്ട്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട് കേട്ടോ. അതായത് ഈ സപ്പോർട്ടിങ് ലെഗിൻ്റെ മൂവ്മെൻറ്റ് ഒരു ബോൾ കിക്ക് ചെയ്യുന്നതിൻ്റെ പവറിൽ ഭയങ്കര വലിയ കോൺട്രിബ്യൂഷനാണ് ചെയ്യുന്നതെന്ന് പറയുന്ന സ്റ്റഡീസും റിസർച്ചും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ സ്റ്റഡീസിൻ്റെ ലിങ്ക് ഒന്ന് താഴെ കൊടുക്കാം, നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കും. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഇതാണ് ഒരു വലിയ ബ്രേക്കിംഗ് ഫോഴ്സ് അല്ലേ. നമ്മളിങ്ങനെ ഓടി വന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാണ്, അത് ബ്രേക്ക് ഇടുകയാണ്. ബ്രേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ബോഡിയെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാൻ പോകണം. നമ്മൾ ഓരോ മൂവ്മെൻറ്റിനെയും സ്റ്റെബിലൈസ് ചെയ്യാനും പിന്നെ കറക്റ്റായിട്ട് കൺട്രോളായിട്ട് നടപ്പിലാക്കാനും ഈ കാലിൻ്റെ പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല നമ്മുടെ ഈ കിക്കിംഗ് ലെഗിലേക്ക് ഇവിടുന്ന് എനർജി ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സപ്പോർട്ടിങ് ലെഗാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പെട്ടെന്ന് കത്തിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് എങ്ങനെ എനർജി ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇവിടെ ഒരു ആക്സിസ് ആയിട്ട് നമ്മുടെ ഈ പെൽവിസിൻ്റെ ഈ ഭാഗം ഒരു ആക്സിസ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വേറൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിലൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചാലും മതി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ കാല് പൊങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ. ഈ കാലിങ്ങനെ ബാക്കിലേക്ക് പൊങ്ങും അല്ലേ. ഈ പൊങ്ങുന്നതിന് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഹിപ്പ് എക്സ്റ്റൻസേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഗ്ലൂട്ടിയസ് മാക്സിമസ് പോലുള്ള മസിലുകൾ. അപ്പം പുറകിലുള്ള മസിലുകളുടെ ഈ ഭാഗത്തുള്ള മസിലുകൾ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതിങ്ങനെ വലിക്കുമ്പോൾ ഈ മസിൽസ് എത്ര സ്ട്രോങ് ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു അമ്പും വില്ലെന്ന് കൂട്ടിക്കോളൂ. ഒരു അമ്പും വില്ല് നമ്മളെങ്ങനെ ചെയ്യുക, വില്ല് പിടിച്ച് ടെൻഷൻ ആക്കിയിട്ടല്ലേ പിന്നെ വിടുമ്പോൾ സ്പീഡിൽ പോവുക. അപ്പോൾ നമ്മൾ എത്ര ടെൻഷൻ കൊടുക്കുന്നോ അത്രയും പവറിലായിരിക്കും ഈ അമ്പ് മുന്നിലേക്ക് പോവുക. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഈ ഹിപ്പ് എക്സ്റ്റൻസേഴ്സ് എന്ത് ചെയ്യും, ഈ ഗ്ലൂട്ട് മസിലുകൾ ബാക്കിലുള്ള ആംസ്ട്രിങ് പോലെയുള്ള മസിലുകളൊക്കെ എന്ത് ചെയ്യും, ഇതിങ്ങനെ വലിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ കാലിൻ്റെ ആംഗിൾ വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മുടെ കാല് ഇങ്ങനെയല്ല നിൽക്കുക, ഇതിങ്ങനെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പുറകിലുള്ള കാഫ് മസിലുകളും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പിടിച്ച് നിൽക്കണം. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആ പവർ കിട്ടുമ്പോഴാണ് ശരിക്കും നമുക്ക് വളരെ കൺട്രോൾഡായിട്ട് സ്പീഡിൽ കാല് ചലിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിങ്ങനെ പിടിച്ച് നിൽക്കുന്നു. അതിനുശേഷം ഡൗൺ സ്വിങ് ആണ് പിന്നീട് ബോളിലേക്ക് ശക്തമായിട്ട് നമ്മൾ കാല് ചലിപ്പിക്കുക ചെയ്യുക. ഈ കാല് ചലിപ്പിക്കുമ്പോൾ ഹിപ്പ് ഫ്ലെക്സേഴ്സ് ആണ് കൂടുതലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഹിപ്പ് ഫ്ലെക്സേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഒരു കിക്കിനെ നമ്മൾ ഓവറോൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള മസിൽ ഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിപ്പ് ഫ്ലെക്സേഴ്സ് തന്നെയാണ് നമുക്ക് അത് പറയാൻ പറ്റും. കാരണം ഇവിടുന്ന് പിന്നെ ഈ ഭാഗമാണ് ഇത് പിടിച്ചിട്ട് വലിക്കുന്നത്. അപ്പോൾ ഈ വലിക്കുന്നത് കൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഇവിടെ പവർ ഉണ്ട് അതിനനുസരിച്ചാണ് നിങ്ങളുടെ കിക്കിൻ്റെ സ്പീഡ് കൂടുക. അപ്പോൾ നമ്മൾ ചോദിക്കും, ചില പ്ലേയേഴ്സൊക്കെ ഉണ്ടല്ലോ നാച്ചുറലായിട്ട് വന്നിട്ട് പവർ ഷോട്ടൊക്കെ അടിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ ഇപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടാണ് ചോദിക്കും. ഇത് പഠിച്ചിട്ടല്ല, പക്ഷേ അവിടെ സംഭവിക്കുന്നത് ഇതാണ്. അപ്പോൾ വേറെ ഒരാൾക്ക് അതേപോലെ കിക്ക് എടുക്കണമെങ്കിൽ ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും അയാളുടെ കാലിലും അയാളുടെ ശരീരത്തിൻ്റെ ആ മൂവ്മെൻറ്റിലൊക്കെ സംഭവിക്കുന്നത് ഇതൊക്കെയാണ്. അപ്പം ആ ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹിപ്പിൻ്റെ പവർ കൂടുന്ന എക്സസൈസുകൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഷോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ പവർ കൂട്ടാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ പ്ലയോമെട്രിക് പോലെയുള്ള എക്സസൈസുകൾ, പലതരം എക്സസൈസുകളുണ്ട് അതിൻ്റെ പവർ കൂട്ടാൻ. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഏത് തരം എക്സസൈസാണ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് സാധാരണ രീതിയിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ മതിയോ? ഒരു ചെറിയൊരളവിൽ നമ്മളെ ഇതിനെ ഹെൽപ്പ് ചെയ്യുമെങ്കിലും ഇതിന് ഇവിടെ വേണ്ടത് നമുക്ക് പവറാണ്. അത് ചെറിയ ടൈമിനുള്ളിൽ മാക്സിമം ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം. എക്സ്പ്ലോസീവായിട്ട് ഉള്ള മൂവ്മെൻറ്റുകളാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ അതിനുള്ള എക്സസൈസുകളാണ് നമ്മൾ ജിമ്മിൽ പോയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഹിപ്പ് ഫ്ലെക്സർ നമ്മുടെ കാലിനെ ശക്തിയായിട്ട് മുന്നോട്ട് വലിക്കും. അതിനുശേഷം നമ്മുടെ ലോ സ്വിങ് ആരംഭിക്കും അല്ലേ, ഇവിടെ സ്ട്രൈറ്റ് ആവും, അങ്ങനെയല്ലേ ചെയ്യുക. അതിനുശേഷം അപ്പോൾ അതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ക്വാഡ്രിസെപ്സ് ഫയർ ചെയ്യാൻ തുടങ്ങും. ക്വാഡ്രിസെപ്സ് ഫയർ ചെയ്തിട്ട് നേരെ വന്നിട്ട്, ക്വാഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈയുടെ മുൻഭാഗത്തുള്ള മസിൽസ് ഫയർ ചെയ്തിട്ട് നേരെ വന്ന് ബോളിലേക്ക് ഇമ്പാക്റ്റ് ചെയ്യും. ഇമ്പാക്റ്റ് ചെയ്യുമ്പം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഹാംസ്ട്രിങ് ആണ്. ആ മൂവ്മെൻറ്റ് അവിടെ കൺട്രോൾ ചെയ്യുന്നതും ആ ഇമ്പാക്റ്റിനെ പിന്നെ ഒരു നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്കുള്ളൊരു മൂവ്മെൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ കാലിവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ആംഗുലാർ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല,
ഒരു ആംഗുലർ മൊമെൻറ്റം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മളൊരു കയറൊക്കെ ഇങ്ങനെ ഇട്ട് പിടിക്കൂലേ, അല്ലെങ്കിൽ ചാട്ടവാറുകൊണ്ട് അടിക്കൂലേ, ഇവിടെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം പോയിട്ട് അടിച്ചിട്ട് വരൂലേ. അപ്പോൾ ഏകദേശം അതേപോലെയൊക്കെ തന്നെ അത് ഫിസിക്സായിട്ട് ബന്ധപ്പെട്ടൊരു മൂവ്മെൻ്റാണ് അവിടെ നടക്കുന്നത് അല്ലേ. നമ്മൾ ഇവിടം വരെ ശക്തമായിട്ട്, ഇതാണ് ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള മസിൽ ഗ്രൂപ്പ്. അത് ഇവിടെ കൊണ്ടുവന്ന് കാലിന് വിടുന്നു, പിന്നെ അതിന് ശേഷം കാല് നേരെ പോയിട്ട് കിക്ക് ചെയ്തിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ അവിടെ ഒരു ആംഗുലർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഇപ്പോൾ അറിയണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പഠിക്കുന്നത് രസമാണ് നിങ്ങൾക്ക്. മാത്രമല്ല ഇതിൽ ഇൻസ്പയർഡ് ആയിട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുകയും ചെയ്യും. ഇതിലിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പെൽവിസ് ആൻഡ് ടോർസോ. നമ്മൾ ഈ ഭാഗം ഇവിടെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ടെൻഷനോട് കൂടിയിട്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഈ നോൺ കിക്കിംഗ് ആയിട്ടുള്ള ഭാഗത്തുള്ള ഹാൻഡ് ഇങ്ങനെ പിടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇവിടെ ഒരു അബ്ഡക്ഷൻ നടക്കുന്നുണ്ടാവും ആ ഭാഗത്ത് അല്ലേ, നമ്മൾ കിക്ക് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഒരു ബോൾ കിക്ക് ചെയ്യുമ്പോൾ അത് ടോട്ടൽ ബോഡി മൂവ്മെൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൈ പിടിക്കൽ, നമ്മുടെ കൈ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നാളെ നിങ്ങൾ വന്നിട്ട് ഒരാൾ ഇങ്ങനെ പിടിച്ച് കിക്ക് ചെയ്യുന്നുണ്ടല്ലോ, അയാൾക്ക് പവർ ഉണ്ടല്ലോ ചോദിച്ചാൽ അങ്ങനെയല്ല ഇതിനെ കണക്കാക്കേണ്ടത്. നമ്മൾ ജനറലായിട്ട് നോക്കുമ്പോൾ ഈ ഹാൻഡ് ഇങ്ങനെ ആകുന്നത് കാണാം. അപ്പോൾ ഈ സൈഡ് ആം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബോഡിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പവർ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ വീഡിയോ അനലൈസ് ചെയ്യുമ്പം കൈ എങ്ങനെയാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ചിലപ്പോൾ കൈ ഒന്ന് കറക്റ്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ആ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാനും വന്നിട്ട് നിൽക്കുമ്പോഴുള്ള ആ ഒരു മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിയും. അത് വളരെ മൈനർ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങളൊരു കോച്ചൊക്കെയാണ് ഇതെങ്ങനെയാണ് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുക ട്രെയിനിങ്ങുകളിലേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ സാധാരണ ഇപ്പോൾ ഒരു എലീറ്റ് ലെവലിലൊക്കെ ആണെങ്കിൽ കോച്ചസും സ്പോർട്സ് സയൻറ്റിസ്റ്റുമാരെല്ലാവരും കൂടിയിട്ടാണ് വർക്ക് ചെയ്യുക. ഒരു പ്ലെയറുടെ ടെക്നിക്കിൽ സ്പോർട്സ് സയൻറ്റിസ്റ്റ് പോയിട്ട് അവരുടെ സ്വയം ഒരു കാര്യം നടപ്പിലാക്കുക ആയിരിക്കില്ല ചെയ്യുക. അത് കോച്ചുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമായിരിക്കും ഒരു പ്ലെയറുടെ ടെക്നിക്കിലൊക്കെ ആൾട്രേഷൻ വരുത്തേണ്ടതുണ്ടോയെന്നൊക്കെ നോക്കുക. കാരണം എന്താ, ചില സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടെക്നിക്കുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നല്ല എലീറ്റ് പ്ലേയേഴ്സിൻ്റെ ഒക്കെ അടുത്തുള്ള, പക്ഷേ അവരുടെ പെർഫോമൻസും അവരുടെ ടീമിലേക്കുള്ള കോൺട്രിബ്യൂഷനൊക്കെ ഹ്യൂജ് ആയിരിക്കും. അപ്പോൾ ചില ടെക്നിക്കുകളൊന്നും ആരും തിരുത്താൻ പോവില്ല നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ. എന്നാൽ ചില സമയത്ത് ടെക്നിക്കുകളിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും. അത് വളരെ സൂക്ഷിച്ചായിരിക്കും ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കുറച്ചുകൂടി മുതിർന്ന കളിക്കാരൊക്കെ അതിന് ശേഷമായിരിക്കും പലപ്പോഴും ഇതൊക്കെ കറക്റ്റ് ചെയ്യുക. ചെറിയ കുട്ടികളായിരിക്കുമ്പോഴാണ് കേട്ടോ ഇതൊക്കെ കറക്റ്റ് ചെയ്യേണ്ടത്. ചെറിയ കുട്ടികളെ കോച്ച് ചെയ്യുന്ന കോച്ചുമാരുടെ പണിയാണിത് ശരിക്കും പറഞ്ഞാൽ. അവരാണ് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ പുതിയ ഫാഷൻ ഉണ്ട്, കുട്ടികളൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് കളിക്കുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് ഞാൻ പല രീതിയിലും നോക്കിയിട്ടുണ്ട്, പല കോച്ചുമാരോട് ചോദിച്ചിട്ടുണ്ട്. ആർക്കും അത് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. കാരണം ഇപ്പോൾ ഒരു കുട്ടി രണ്ട് കുട്ടിയല്ല, പല കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ട്. ഓടുമ്പോൾ കളിക്കുമ്പോൾ ഒക്കെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഫാഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് അത്ര ഹെൽത്തി ആയിട്ട് ഉള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല നിങ്ങളുടെ ബോഡി ബാലൻസിങ്, ഈ കൈ വളരെ ഇമ്പോർട്ടൻ്റാണ് പന്ത് കളിക്കുമ്പോൾ. വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങളുടെ ഓപ്പോസിറ്റ് പ്ലെയറെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ബോഡിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൈ, നിങ്ങൾക്കൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ കൈ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അതൊരു കുട്ടി ഇങ്ങനെ പിടിച്ച് കളിക്കുക എന്ന് പറയുമ്പോൾ അറിയില്ല. ഇനി നിങ്ങൾക്ക് ഈ വിഷയത്തിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എക്സ്പേർട്സൊക്കെ ഈ ഒരൊറ്റ വിഷയം തന്നെ മണിക്കൂറുകൾ സംസാരിക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫുട്ബോൾ ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായി ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. അടുത്ത വീഡിയോ വരേക്കും ഗുഡ് ബൈ.